ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഡിസംബർ 25 മോഹൻലാലിൻ്റെ സംവിധാനത്തിൽ വരുന്ന ബാറോസ് റിലീസാവുകയാണ്. ഇതൊരു സ്പോയിലർ വീഡിയോ അല്ല, കാരണം എനിക്കും ബാറോസിനെ കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണാം. ബാറോസ് എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് ഓരോ സിനിമാ പ്രേമികൾക്കും ഒത്തിരിയേറെ റീസൺസ് ഉണ്ട്. മോഹൻലാൽ എന്ന നടൻ എന്നതിലുപരി മോഹൻലാൽ എന്ന സംവിധായകനാണ് അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് തന്നെ പറയാലോ. 40 വർഷത്തിലധികമായുള്ള സിനിമ ഇൻഡസ്ട്രിയിലെ അദ്ദേഹത്തിന്റെ ക്യാമറയ്ക്ക് മുമ്പിലുള്ള അനുഭവങ്ങൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം പകർത്തുമ്പോൾ അതെന്തൊക്കെയാണ് എന്ന് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്. അതിനി വെറും 2 ദിവസത്തെ കാത്തിരിപ്പ് കൂടിയേ ആവശ്യമുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തൊരു പടമായിരുന്നു ബാറോസ്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് തന്നെ അത് നീണ്ട് അങ്ങനെ അവസാനം ഈ വർഷം ക്രിസ്മസ് റിലീസായിട്ട് ചിത്രം എത്തുകയാണ്. ചിത്രത്തിന്റെ പൂജയ്ക്ക് ശേഷം കൊറോണയും ബാക്കി കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ കുറെ ഷെഡ്യൂളൊക്കെ നീണ്ടു പോയി. അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, അങ്ങനെ അവസാനം ഡിസംബർ 25 സിനിമ എത്തിയല്ലോ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, അമിത പ്രതീക്ഷയുടെ ഭാരം നമുക്ക് മാറ്റി വെച്ചിട്ട് സിനിമയെ സമീപിക്കുക എന്നത് തന്നെയാണ്. ഒരുപക്ഷെ പല സിനിമകളും നമ്മൾക്ക് നിരാശ സമ്മാനിച്ചത് ഒരുപക്ഷെ നമ്മൾ അമിത പ്രതീക്ഷയുടെ ഭാരവുമായിട്ട് ആ ഒരു സിനിമയെ സമീപിച്ചതുകൊണ്ടായിരിക്കും. ബാറോസിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ തന്നെ ഇക്കഴിഞ്ഞ കുറേ പ്രൊമോഷനുകളിലൊക്കെ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫാമിലിക്കായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു ചിത്രമാണ് എന്ന്. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ആ ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെ നമുക്ക് ഈ ഒരു സിനിമയെ സമീപിക്കാം. അധികമൊന്നും തന്നെ പ്രതീക്ഷിക്കാണ്ട് ഒരു ശൂന്യമായ മനസ്സോടെ തന്നെ ഈ ഒരു സിനിമയെ നമുക്ക് സമീപിക്കാം. ആ ഒരു കാര്യം തന്നെ, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചിത്രമാണ് എന്നത് തന്നെ മോഹൻലാൽ പല തവണയായിട്ട് ഊന്നി പറയുന്നുണ്ട്. പടം വലുതോ ചെറുതോ എന്ത് വേണമെങ്കിലും ആകട്ടെ, നമുക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു സിനിമയെ സമീപിച്ചു നോക്കാം. നമ്മുടെ ആ ഒരു അമിത പ്രതീക്ഷ കൊണ്ട് സിനിമ നമുക്ക് നിരാശ സമ്മാനിക്കണ്ടല്ലോ. 3D എന്നതിലുപരി ഇങ്ങനെയൊരു ചിത്രം എടുക്കാൻ കാണിച്ച മോഹൻലാലിന്റെ ധൈര്യത്തിനാണ് ആദ്യം നന്ദി പറയേണ്ടത്. കാരണം ഇത്രയൊരു ലെജൻഡറി ആക്ടർ, 40 വർഷത്തിലേറെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളും വിചാരിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു വലിയ പ്രൊജക്റ്റ് തന്നെയായിരിക്കും, അതായത് ഒരു മാസ് ആക്ഷൻ അല്ലെങ്കിൽ അത്തരം ജനറയിൽപ്പെട്ട ഒരു സിനിമയായിരിക്കുമെന്ന്. പക്ഷെ അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും പറ്റിയ, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് മോഹൻലാൽ ഒരുക്കുന്നതെന്നാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ അത്തരം ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ച ആ ഒരു ധൈര്യത്തിന് മോഹൻലാലിന് ഒന്ന് നന്ദി പറഞ്ഞേ മതിയാവും. കാരണം മറ്റ് ഇൻഡസ്ട്രികളിൽ ഇത്തരം ജേണലുള്ള സിനിമകളൊക്കെ തന്നെ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് ഇത്തരം പരീക്ഷണ ചിത്രങ്ങളുടെ ഒരു കുറവ് കാണുന്നത്. അതുപോലെ തന്നെ ബാറോസിലേക്ക് വരുമ്പോൾ ഇതൊരു ബിഗ് ബജറ്റ് ചിത്രമാണ്. അപ്പോൾ ഇത്ര ഒരു കാശ് മുടക്കി ചെയ്യാൻ മോഹൻലാൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. പ്രതീക്ഷയല്ല, അങ്ങനെ തന്നെ ആവട്ടെ. ചിത്രത്തിന്റെ മറ്റു തലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ചിത്രത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് തന്നെ കാണാം. ക്യാമറയാണെങ്കിലും ക്രിയേറ്റീവ് ഹെഡ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെയാണ് ചിത്രത്തിന്റെ പുറകിലും മോഹൻലാലിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ ചിത്രത്തിന്റെ സംഗീതത്തിലേക്ക് വന്നാലും പ്രായത്തെ നോക്കി നമ്മൾ വിലയിരുത്തരുത്. കാരണം ചിത്രത്തിന്റെ ഇതിനോടകം വന്ന പാട്ടുകളിലെ കമ്പോസിഷനൊക്കെ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സിനിമയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ. നല്ലൊരു പശ്ചാത്തല സംഗീതം തന്നെ കൊടുത്ത് നല്ലൊരു വരവ് തന്നെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അദ്ദേഹവും അറിയിക്കട്ടെ. അപ്പോൾ ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ അമിത പ്രതീക്ഷയുടെ ഭാരമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തെ നമുക്ക് സമീപിക്കാം. എന്ത് തന്നെയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചിത്രം തന്നെ ആകട്ടെ ബാറോസ് എന്ന് നമുക്ക് ആശംസിക്കാം. ബാക്കിയെല്ലാം തന്നെ ചിത്രം കഴിഞ്ഞതിന് ശേഷം.